നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ഞാൻ നേവിയിൽ നിന്ന് 15 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയറായി. കഴിഞ്ഞ 2024 ജനുവരി 31 ഞാൻ റിട്ടയർ ആയതാണ്. അതിനുശേഷം എല്ലാവരെയും പോലെ അടുത്ത കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡിലേ ഉണ്ടായിരുന്നു. ഡിലേ ഒരു 3-4 മന്ത്സ് സർവീസ് ഇരുന്നതുകൊണ്ട് ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാണ് എനിക്ക് എസ് ബി ഐയുടെ എക്സാംസ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എസ് ബി ഐയുടെ എക്സാംസ് കൊടുത്തു. ഞാൻ നേവിയിൽ നിന്ന് സർവീസ് ഇറങ്ങിയത് 31 ജനുവരി 2024 എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 10+2 ആയിരുന്നു. +2 കഴിഞ്ഞ് എല്ലാവരെയും പോലെ അന്നത്തെ ഒരു ടീനേജ് എന്നുള്ള രീതിയിൽ എൻട്രൻസ് കോച്ചിങ് ഒരു ക്രാഷ് കോഴ്സ് എടുത്തു. കേരള എൻട്രൻസിൽ അലോട്ട്മെൻറ്റായിട്ട് ബിടെക്കിന് സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ ടൈമിന് തന്നെ എനിക്ക് നേവിയിൽ നിന്ന് കോൾ ലെറ്റർ വന്നിരുന്നു. അപ്പോൾ ഞാൻ ബിടെക് ഡ്രോപ്പ് ചെയ്തു, നേവി ജോയിൻ ചെയ്തു 15 വർഷം. ആ ഒരു പീരീഡിൽ ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ട് BA പബ്ലിക് ആഡമും പിന്നെ ഒരു MBA ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, അതായിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റിട്ടയർമെൻറ്റ് ടൈം. അത് കഴിഞ്ഞ് ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷേ സർവീസിൽ ഇരുന്ന് അത്രയും നാളത്തെ ഒരു ഹെക്ടിക് സർവീസ് ആയതുകൊണ്ട് ഒരു 3-4 മന്ത്സ് ഞാനൊരു ഗ്യാപ്പ് എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഒരു ഷോർട്ട് പീരീഡിൽ ഒരു എക്സാംസ് ഉണ്ടെങ്കിൽ നമ്മളൊരു റിലീഫ് എടുത്താൽ നമ്മൾ ഒരു ദിവസം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അത്രയും നമ്മൾ ലാഗായി പോവും, അത്രയും പുറകിലോട്ട് പോവും. അപ്പോൾ അത് ഞാനെടുത്ത ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതെനിക്ക് റിഫ്ലക്റ്റ് ആയത് ശരിക്കും SBIയുടെ എക്സാംസിന് വേണ്ടിയാണ്. പ്രിലിംസ് ക്ലിയർ ആവുമായിരുന്നു, പക്ഷേ മെയിൻസിൻ്റെ ടൈം എത്തുമ്പോൾ നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ SBIയിൽ എക്സാമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണിച്ച മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത ആൻസർ ആണെങ്കിലും നമ്മളൊരു ഊഹം വെച്ച് നമ്മൾ കറക്കി കുത്തി. അപ്പോൾ അറ്റംപ്റ്റ്സ് കൂടുതലായിരുന്നു, പക്ഷേ അതുപോലെ തന്നെ നെഗറ്റീവ് അടിച്ച് ഡിസ്ക്വാളിഫൈഡ് ആയി. ആ ഒരു മിസ്റ്റേക്ക് IBPSൽ ചെയ്യരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് IBPSൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രിലിംസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആവുന്ന ഒരു കട്ട് ഓഫ്, അതിന് ജസ്റ്റ് മേളിൽ നമ്മൾ സ്കോർ ചെയ്യുക. അത് കഴിയുമ്പോൾ മെയിൻസിൽ നമ്മൾ ശരിക്കും പഠിക്കണമെങ്കിൽ QA ആൻഡ് റീസണിങ് നമ്മൾ നല്ല തറവായിരിക്കണം. തറവാണെങ്കിൽ ഫൗണ്ടേഷൻ നമുക്ക് ക്ലിയർ ആയിരിക്കണം. അത് എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ പ്രിലിംസ് ക്ലിയർ ആവുമെങ്കിലും മെയിൻസിൽ സ്റ്റക്കായി പോകുമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സ്കോറിങ് ഏരിയ എന്ന് പറഞ്ഞാൽ GA ആൻഡ് ഇംഗ്ലീഷാണ്. GA നമ്മൾ വിചാരിക്കും നമുക്ക് GAക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ നമുക്ക് നല്ല നോളജ് ഉണ്ടെന്ന്. പക്ഷേ GA ഇത്ര വാസ്റ്റ് ടോപ്പിക്കാണ്, നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ GAക്ക് മാക്സിമം ഫോക്കസ് കൊടുത്ത് കറണ്ട് അഫയേഴ്സ് മാക്സിമം പഠിച്ചു തുടങ്ങി. ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു, ഇംഗ്ലീഷിന് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ 2 സബ്ജക്റ്റിൽ എനിക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്വാണ്ടിറ്റി റീസണിങ് എനിക്ക് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തു. IBPS അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നു. ക്ലിയർഡാണ്. ഞാൻ കൊടുത്തത് കർണാടക റീജിയനാണ്, കാനറ ബാങ്കിലാണ് സെലക്ഷൻ ആയിരിക്കുന്നത്. ബട്ട് ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങുന്നു. ഇനി കമ്മിങ് എക്സാംസ് ഉണ്ട്, NTPC ഉണ്ട്, CGL ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. ഞാനിപ്പോൾ ICDയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് 1 മാസമായിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ സിലബസും ടീച്ചിങ് മെത്തേഡ്സും എല്ലാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു. ഫൗണ്ടേഷൻ ഇവിടുന്ന് ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള ബാക്കി മെയിൻസിൻ്റെ ആണെങ്കിലും നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യാം, എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഇപ്പോൾ ഇത് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആൻസർ അറിയില്ലെങ്കിൽ കറക്കി കുത്തരുത്. നമുക്ക് അറിയാവുന്ന മാത്രം എഴുതുക, ക്ലിക്ക് ചെയ്ത് പോരുക. ഒരിക്കലും നമ്മളൊരു ഊഹത്തിൽ നമ്മളത് അറ്റംപ്റ്റ് ചെയ്തിട്ട് പോരാൻ നിൽക്കരുത്. അത് നമുക്ക് നെഗറ്റീവ് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് മെയിൻസിന് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജ്, അതിലാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ക്വാണ്ടിറ്റി റീസണിങ് ദർ ഇസ് എ ലിമിറ്റ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, ഓക്കെ, ഫോക്കസ്ഡ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ക്വാണ്ടിറ്റി റീസണിങ്ങിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും GA ആണെങ്കിലും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളത് ഡെയിലി ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ബ്രഷപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളത് എല്ലാം ടച്ച് വിട്ടു. ഓവർ കോൺഫിഡൻ്റ് ആയാലും പ്രശ്നമാണ്. നമുക്ക് പിന്നെ പഠിച്ചെടുത്തോളാമെന്ന് GA വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് കംപ്ലീറ്റ് ആവില്ല. കാരണം ഓരോ ഫിഗേഴ്സും എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എനിക്ക് സംഭവിച്ച കാര്യമാണ്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഈ എക്സാം കിട്ടി, അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും എന്നെ ഇതുവരെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എൻ്റെ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. സോ ഇനിയും അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.